എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്കായി നന്ദി പറയുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷകരമായി പോകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവാനുഗ്രഹത്താൽ ദൈവശക്തിയാൽ മുന്നേറേണ്ടതിന് വേണ്ടി നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മൾ അല്പസമയത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ച ചിന്തയെ ഞാൻ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നുവെങ്കിൽ നന്നായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ വാക്യശകലങ്ങളാണ്. നമുക്ക് വളരെ പരിചിതമായ വാക്യശകലമാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് മെസ്സേജ് കേൾക്കാത്തവർ വളരെ കുറവാണ്. ഗനസരേത്ത് തടാകം നമുക്കിവിടെ അറിയാം. ഇതിൻ്റെ താഴെ ഒരു ചെറുതല്ല ഒരു വലിയ സമുദ്രത്തിലേക്ക് പോകുന്ന ഒരു ബാക്ക് വാട്ടറുണ്ട്. അതിൻ്റെ സൈഡിൽ അനേകം ബോട്ടുകളുണ്ട്. ഈ ഗനസരേത്ത് തടാകത്തിൻ്റെ ആ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അനേകം പേർ മീൻ പിടിച്ച് തിരിച്ചു വന്ന് വല കഴുകുന്നു, പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ യേശു അവിടെ 2 പേരെ അല്ലെങ്കിൽ 4 പേരെ ശ്രദ്ധിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ പേരാണ് പത്രോസ്. പത്രോസ് അവിടെ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പടക് ഒന്ന് വേണമെന്ന് യേശു ആവശ്യപ്പെടുകയാണ്. നമുക്ക് വളരെ നന്നായി അറിയാവുന്ന വാക്യശകലമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഈ പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്രോസിൻ്റെ ആ സിറ്റുവേഷൻ ഒന്ന് നോക്കി. രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നിട്ട് ഒന്നും കിട്ടിയില്ല. വളരെ നിരാശയോടെ ഇരിക്കുക. അദ്ദേഹം വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പല ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോയി കാണും. എൻ്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പത്രോസിൻ്റെ അമ്മായിയമ്മയെ യേശു സൗഖ്യമാക്കി. അപ്പോൾ അദ്ദേഹത്തിനൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിക്ക് വേണ്ട ഒരു ഇൻകം കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഉറക്കം അളച്ചിരുന്നാൽ നമ്മുടെ ചിന്തകളിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. രാത്രിയിലൊക്കെ അധ്വാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ പല രീതിയിലുള്ള ടെൻഷനിലിരിക്കുകയാണ് അദ്ദേഹം. അകത്തെ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു യേശു ആണോ എന്ന് ഒരുപക്ഷെ പത്രോസ് ചിന്തിച്ചേക്കാം. പക്ഷേ യേശു പത്രോസിനെ കണ്ടുകൊണ്ട് പത്രോസിനോട് പറയാണ്, നിന്റെ ബോട്ട് ഒന്ന് നീക്കണം, എനിക്കത് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പല സാഹചര്യത്തിലൂടെ ആയിരിക്കുമ്പോൾ മനസ്സിന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അപ്പോഴും നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ലോകത്തിലെ ആളുകൾ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ജീവിതമാണ് നമ്മുടേതെന്ന് പറയുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അടുത്ത സ്നേഹിതർക്ക്, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഒന്നും നമ്മെ അറിയാൻ സാധിക്കില്ല. പുറമേയുള്ള നല്ല വസ്ത്രങ്ങളും മോടിയുള്ള ജീവിതവും ഒക്കെ അവർ കാണുമ്പോൾ അവനൊന്നിനും കുറവില്ല എന്നൊക്കെ കണ്ടേക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെ നീറുന്ന പ്രയാസങ്ങളെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ ദൈവസന്നിധിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നാം പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ അറിയുമ്പോൾ നമുക്ക് വേണ്ടി ആ പ്രശ്നം പരിഹരിക്കുമെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ നാം പ്രതീക്ഷിച്ചേക്കാം. എന്നാൽ ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ ആ വിഷമിച്ച് നിൽക്കുന്ന സമയത്തും യേശു ആവശ്യപ്പെടുകയാണ്, നിന്റെ പടകൊന്ന് എനിക്ക് വേണം. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. നമ്മളോട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മളോട് ചിലതെല്ലാം ദൈവം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് നാം ചെയ്യുന്നത്? ഹല്ലേലൂയ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മളെ ചിലതെല്ലാം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചില സാഹചര്യത്തിലൂടെയെല്ലാം നാം കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ഈ പത്രോസിന്റെ ജീവിതത്തിൽ തനിക്ക് ഒത്തിരി
പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പരാതികളൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷെ പത്രോസ് അതൊന്നും അവിടെ പറഞ്ഞില്ല. പത്രോസിന്റെ പടക് യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു. യേശു എപ്പോഴും ആ പുരുഷാരത്തിന് വേണ്ടിയുള്ള ആവശ്യത്തെ ആദ്യമായി അഡ്രസ്സ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതിന് ആ സമയത്ത് പത്രോസിന്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ പത്രോസ് ആ യേശുവിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് 5-ാമത്തെ വാക്യം, 4ഉം 5ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. എന്നെ വളരെ ചിന്തിപ്പിച്ചതും കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ എൻകറേജ് ചെയ്ത ഒരു വാക്കാണിത്. പത്രോസിന്റെ ജീവിതത്തെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം, വല അല്ലെങ്കിൽ മുക്കുവനായിരിക്കുന്ന ഒരു ജീവിതമാണ്. അദ്ദേഹത്തിന് വളരെ എക്സ്പേർട്ടാണ്. എപ്പോഴൊക്കെ മീൻ പിടിക്കണം, എങ്ങനെയാണ് മീൻ പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാം. യേശു എന്ന് പറയുന്ന ഒരു കാർപ്പൻ്ററാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ മീൻപിടുത്തത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തന്നെ അദ്ദേഹം ചിന്തിച്ചിരിക്കാം. പക്ഷേ പത്രോസ് പറയുകയാണ്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വിലയിറക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ മറിയ യേശുവുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായി. ആ സംഭവത്തിൽ യേശുവിൻ്റെ അടുക്കൽ മറിയ വന്നപ്പോൾ യേശുവിനോട് പറയുകയാണ്, വീഞ്ഞു തീർന്നു പോയി, അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ മറിയ മറ്റുള്ളവരോട് പറയുന്നൊരു വാക്യമുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും എന്ത് കൽപ്പിച്ചാലും ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവിക അത്ഭുതങ്ങളെ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി പറയാം, ദൈവം എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവിക അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ആ ഒരു കുറവിൻ്റെ മധ്യത്തിൽ കനാവിലെ കല്യാണത്തിലെ ഏറ്റവും വലിയ നാണക്കേടുണ്ടാവാവുന്ന സാഹചര്യത്തിൽ നിന്നും ദൈവം അത്ഭുതം പ്രവർത്തിപ്പാണ്ട് വന്നു. ഇവിടെ അതുപോലെ തന്നെ യേശു പറയുന്ന വാക്കുകൾക്ക് പരിപൂർണമായി സമർപ്പിക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാം. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു പത്രോസ് ഇതിൻ്റെ ആ പശ്ചാത്തലത്തിലായിരിക്കാം 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഹല്ലേലൂയ. നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തിൽ അതുപോലുള്ള ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ ചിന്താകുലങ്ങളെ ആരുടെ മേലിട്ടുകൊള്ളുവാനാണ്? ഈ ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ഈ സംഭവത്തോടുകൂടെ പത്രോസിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുകയാണ്. യേശു പറഞ്ഞ വാക്കുകൾ അതുപോലെ തന്നെ അനുസരിക്കാനുള്ള ഒരു വലിയ മനസ്സ് പത്രോസിനുണ്ടായിരുന്നു. അവിടെ അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യത്തിലൊക്കെ ദൈവം ചിലത് പറയുമ്പോൾ പല ചോദ്യങ്ങളും നമ്മൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ചോദ്യത്തിനേക്കാൾ വലുതായി ഒരു അനുസരണമാണ് ദൈവം അവിടെ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അനുസരിക്കേണ്ടത്? കാരണം ദൈവം നമ്മുടെ പിതാവാണ്. ഹല്ലേലൂയ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, നിങ്ങൾ വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്തുകൊണ്ടാണ് ദൈവം പറയുന്നത് മുഴുവനായി നമ്മളോട് അനുസരിക്കുവാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമ്മുടെ പിതാവാണ്. ഹല്ലേലൂയ. നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് വേണ്ടി നന്മയല്ലാതെ മറ്റൊന്നും ചിന്തിക്കില്ല. ഹല്ലേലൂയ. അതുപോലെ ദൈവം നമുക്ക് വേണ്ടി നന്മ മാത്രം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു ദൈവമാണ്. നമ്മളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ദൈവത്തിന് നമ്മളോട് നന്മയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. നമുക്കൊരു ശുഭഭാവി ഉണ്ടാകുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെക്കുറിച്ച് അതുകൊണ്ടാണ് ദൈവം എന്തു പറഞ്ഞാലും അത് അനുസരിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അതനുസരിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സമർപ്പണത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം ദൈവമേ,
ചിലതിലെല്ലാം എൻ്റെ ചിന്തകൾ കൊണ്ട് ഞാൻ ചിലതിനെ എല്ലാം തട്ടി മാറ്റുവാടെ വന്നു. അതല്ല ദൈവമേ, അങ്ങ് എനിക്ക് വേണ്ടി ഏറ്റവും ഉന്നതമായ ഒരു ശുഭഭാവി കാണുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമുക്ക് കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നമ്മൾ പാടുന്നൊരു പാട്ടാണല്ലോ, യഹോവ ദൈവമാ വിശുദ്ധ ജാതി നാം. ഇത്ര മനോഹരമായ ഒരു കൂട്ടമാണ് നമ്മുടേത്. കാരണം നമ്മളെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജാതി വേറെ ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം യഹൂദന്മാരുടെ ന്യൂയോർക്കിൽ പോയി അവർ താമസിക്കുന്ന ഏരിയയൊക്കെ കാണുവായിട്ട് വന്നു. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ സംസാരം അവരെല്ലാം ഭയങ്കര പൈസയുള്ള ആളുകളാണെന്ന്. ഞാനപ്പോൾ ചിന്തിപ്പായിട്ട് വന്നു, ഈ ദൈവത്തെ പിൻപറ്റുന്നവർക്ക് യാതൊരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. ദൈവം എല്ലാം നന്മയായി കൂടെ നടത്തുന്ന ഒരു ദൈവമാണ്. നമ്മൾ ഈ പത്രോസിന്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാം, പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, അവര് ആഴത്തിലേക്ക് വല വീശി അവർക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടി. അദ്ദേഹത്തിന്റെ വഞ്ചി നിറച്ചു, അതുകൂടാതെ മറ്റു കൂട്ടുകാരുടെയും നിറച്ചു. അപ്പോ ധനവും മാനവും സമ്പത്തൊക്കെ ദൈവസന്നിധിയിലുണ്ട്. പക്ഷേ അതിനെ ലക്ഷ്യമാക്കുവാനല്ല ദൈവം നമ്മളോട് പറയുന്നത്. ദൈവത്തെ ലക്ഷ്യമാക്കി നാം പോകണം, ദൈവത്തോടു കൂടി ഇരിക്കണം. ഹല്ലേലൂയ. പത്രോസ് ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഈ മീന് വേണ്ടിയാണ് പത്രോസ് അധ്വാനിക്കുന്നത്, ഈ മത്സ്യം ലഭിക്കാൻ വേണ്ടിയാണ് പത്രോസ് അധ്വാനിക്കുന്നത്. അതെല്ലാം ലഭിച്ചപ്പോൾ ആ മത്സ്യവുമായി യേശുവിനോട് ബൈ ബൈ പറഞ്ഞു പോവുകയല്ല ചെയ്തത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ആ തിരിച്ചറിവുണ്ടോ? ഹല്ലേലൂയ. നമ്മളും ചിലതെല്ലാം പിടിക്കാനും നമ്മളും എല്ലാം എന്തിനാണ് പോകുന്നത്. പക്ഷേ ഇതെല്ലാം ധാരാളമായി നൽകുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നീട് മറ്റുള്ളതിനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ദൈവം അത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കാരണം പത്രോസിന് മനസ്സിലായി, ഈ മീൻപിടുത്തത്തെക്കാളൊക്കെ വലുതാണ് യേശുവിൻ്റെ ആ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ജീവിതം ഏറ്റവും അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഈ ഇൻസിഡന്റ് എന്നെ വളരെയധികം ബലപ്പെടുത്തുവായിട്ട് വന്നു. നമ്മുടെ ജീവിതത്തിലും സകലത്തിലുപരിയായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നുവെങ്കിൽ ഒന്നിനും മുട്ടുവരാതെ നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ടാകാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടും. അതാരോടും പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല, മറ്റുള്ളവർ അത് കേൾക്കുവാൻ താല്പര്യമില്ലാത്തവരായിരിക്കാം. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ ഒരു പിതാവ് മക്കളെ നടത്തുന്ന പോലെ നടത്തുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയും ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എത്രത്തോളം ദൈവത്തോട് അടുത്തിരിക്കുന്നു അത്രത്തോളം ദൈവത്തോട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നന്ദിയുള്ള ഹൃദയം നമ്മൾ പകരുന്നവരായി തിരുവാട് വരുന്നു. ഹല്ലേലൂയ. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരു പിതാവിന് തൻ്റെ മകനോട് എത്രമാത്രം കൺസേൺ ഉണ്ടോ അത്രമാത്രം ദൈവം അതിനേക്കാൾ അധികമായി ദൈവം നമ്മെക്കുറിച്ച് നിരൂപിക്കുന്നു, നമ്മളെക്കുറിച്ച് ആലോചിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ വായിക്കാനായിട്ട് വന്ന് നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളും. നമ്മൾ പലപ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നുവെങ്കിലും നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം അതെങ്ങനെ കൊണ്ടുവരുന്നു എന്ന് വളരെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അധികമായി ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവമേ അങ്ങയുടെ ഹിതം പോലെ ആയിത്തീരണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സകലത്തിലും നമുക്കൊരു സമാധാനം കണ്ടെത്തുവാനിട വരും. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതം ദൈവമായുള്ള ഒരു പിതാവ് പുത്രൻ അഭേദ്യ ബന്ധത്തിലേക്ക് നാം കടന്നു വരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവങ്ങളിലെല്ലാം ദൈവം എനിക്കത് പല പ്രാവശ്യങ്ങൾ മനസ്സിലാക്കുവാനിട വന്നു. ഞങ്ങൾ അവിടെ ആയിരുന്ന സമയങ്ങളിലെല്ലാം പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ എങ്ങനെയാണ് അടുത്തൊരു സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നുള്ള ഒരു സംശയത്തിലിരിക്കുമ്പോഴെല്ലാം നമ്മൾ ഒരു പിതാവിൻ്റെ കരം പിടിച്ച് മുന്നിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ കൃത്യസമയത്ത് ദൈവം വഴികളെ തുറക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തോട് നമ്മുടെ ഹൃദയം എപ്പോഴും പ്രാർത്ഥനയിലൂടെ ഒരുമിച്ചിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്.
പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ ധാരാളമായി മുന്നേറേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്യശകലത്തിലൂടെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാനിട വരട്ടെ. ഒരു വാക്യം കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, 1 മുതലുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം. ആ ആമേൻ, ഹല്ലേലൂയ. നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനിത് പറയുമ്പോൾ ഇതൊരു പ്രോസ്പെരിറ്റി പ്രീച്ചിങ് ആണെന്ന് ചിലർക്ക് സംശയം തോന്നിയേക്കാം. ഞാൻ പ്രോസ്പെരിറ്റി പ്രീച്ചിങ്ങോ അല്ലെങ്കിൽ പോവർട്ടി പ്രീച്ചിങ്ങോ അല്ല ചെയ്യുന്നത്. ദൈവത്തെ പിൻപറ്റിയാൽ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ അനുഭവമാണ്, ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ അനുഭവമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചോദ്യത്തിനൊരു ഉത്തരവില്ല. കാരണം ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി എല്ലാം ചെയ്ത് ഒരുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഞങ്ങളുടെ അനുഭവത്തെക്കാൾ ഞങ്ങൾ പ്രവർത്തിച്ച മേഖലയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. 2004 ഞങ്ങൾ കടന്നു ചെന്ന ആ വില്ലേജിലെ അനുഭവം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായി ഓരോ ദിവസവും എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്നുള്ളത് വളരെ കൂടെ ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു. ഇന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സമൂഹത്തെ നോക്കിയാൽ, ഞങ്ങൾ താമസിച്ച ഒരു താറാപ്പാനി എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് അവിടുത്തെ ഒരു ചർച്ചാണ്. ആ സഭയിൽ ആരാധിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഭൗതികമായിട്ടുള്ളതായിട്ട് കാണാം. ആവശ്യങ്ങൾ അവർക്കുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2000-3000 രൂപയൊക്കെ ഒരു മാസത്തെ അവരുടെ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ അവർ വളരെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ജീവിക്കുന്ന ജീവിതം, പുറം ലോകം അവരെ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. അവർക്ക് മിക്കവാറും എല്ലാവരുടെ വീട്ടിൽ ബൈക്കുണ്ട്. ബൈക്ക് അന്നത്തെ അവിടുത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു കാറിന് തുല്യമാണ്. എല്ലാവർക്കും വസ്ത്രം ധരിക്കാനുണ്ട്, ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് ചിന്തിക്കാനിട വന്നു, ഈ ദൈവത്തെ പിൻപറ്റിയതുകൊണ്ടുണ്ടായ അനുഗ്രഹം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം അതിനെ ഒരു എന്താ പറയുന്നത്, പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞ് വിവേചിക്കാതെ ദൈവത്തോട് കൂടെ നടക്കുന്നവർക്ക് യാതൊരു കുറവും വരുത്താതെ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അബ്രഹാമിൻ്റെ മക്കളാണ് എന്ന് നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അബ്രഹാം മുഖാന്തരം ലോകം അനുഗ്രഹിക്കപ്പെട്ടു എന്നതുപോലെ നമ്മൾ മുഖാന്തരം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഒരു ദൈവമാണ്. പക്ഷേ അവിടെ നാം വിട്ടുമാറാതെ പിടിക്കേണ്ട ഒരു സാന്നിധ്യമുണ്ട്, ദൈവ സാന്നിധ്യം. പത്രോസിന്റെ ജീവിതത്തിൽ താൻ എന്ത് അന്വേഷിച്ചു പോയോ, മത്സ്യം അന്വേഷിച്ചു പോയി. പക്ഷേ
അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 10 മടങ്ങായി കോടിക്കണക്കിന് കിട്ടി. പക്ഷേ അതിലെല്ലാം അവൻ്റെ ശ്രദ്ധ ദൈവത്തിലായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അതുപോലെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ വളരെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു പിതാവ് തൻ്റെ മകന് വേണ്ടി നിരൂപിക്കുന്നതിനെ പോലെ ദൈവം നമുക്ക് വേണ്ടി നിരൂപണങ്ങൾ നിരൂപിക്കുന്നത് വലുതാണ്. ഹല്ലേലൂയ. എത്ര മനോഹരമായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തോടൊന്ന് ചേർന്ന് നടക്കുവാൻ, ആ ദൈവത്തോടൊന്ന് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം, വീണ്ടും നമ്മുടെ ജീവിതത്തെ ഒന്നും പുതുക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും തെറ്റായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അത് മാറ്റിക്കൊണ്ട് ദൈവമേ അങ്ങയിലേക്ക് കൂടുതൽ അടുക്കുവാൻ, അങ്ങ് പറയുന്ന എല്ലാ വാക്കുകളും ഞാൻ അനുസരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് അടച്ച് ദൈവത്തോട് നമുക്കൊന്ന് സംസാരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിൽ വലിയ ഒരു സിസ്റ്റവും ഒരു കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഹൃദയം തുറന്നുകൊണ്ട് ദൈവത്തോട്, ദൈവമേ എന്നെ നീ അറിയുന്നല്ലോ, ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൻ്റെ വിചാരങ്ങളെ നീ അറിയുന്നല്ലോ, എൻ്റെ വേദനകളെ നീ അറിയുന്നല്ലോ. ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. നാം വായിച്ച ഈ വാക്യത്തിൽ പത്രോസിന്റെ തകർന്നിരിക്കുന്ന അവസ്ഥയിലും പത്രോസിനോട് ഒരു പടക് ചോദിക്കുന്ന യേശു, തകർന്നിരിക്കുന്ന അവസ്ഥയിലും പത്രോസിനോട് ഒന്ന് ആഴത്തിലേക്ക് ഇറക്കി മീൻ പിടിക്കാൻ പറയുന്ന യേശു, അവിടെയെല്ലാം കർത്താവേ നിന്റെ വാക്കുകൾ പോലെ തന്നെ ഞാൻ ചെയ്യുവാൻ സമർപ്പിക്കുന്നു എന്നുള്ളൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് പകർന്ന് ദൈവത്തോടൊന്ന് നമുക്ക് പറയാം, ഇല്ല കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ചില തെറ്റായ ചിന്തകൾ അങ്ങേക്കെതിരായിട്ടുണ്ടായിട്ടുണ്ട്, അത് ക്ഷമിക്കണമേ. മുഴുവനായി ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. മുഴുവനായി അങ്ങ് പറയുന്നതെല്ലാം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. ദൈവമാണ് എൻ്റെ ഏറ്റവും വലുത് എന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തെ തുറന്ന് ദൈവത്തെ നമ്മുടെ കർത്താവായി പ്രഭുവായി അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടൊന്ന് പറയാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ, ദൈവഹിതത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലുതായി അങ്ങയുടെ സാന്നിധ്യത്തെ കാണുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളെ ആലോചന പറഞ്ഞ് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം. ദൈവമേ, ഞങ്ങൾ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ലല്ലോ. ഞങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒരുവന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ വളരെയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം ദൈവസന്നിധിയിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ സമയം, ഹല്ലേലൂയ, ഈ സ്ഥലം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലിന് കാരണമായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗമേ അങ്ങ് ഹല്ലേലൂയ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നീ ഞങ്ങൾക്ക് വേണ്ടി അധികമായി കരുതുന്നതിനാൽ സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ സകല ചിന്താകുലവും അങ്ങ് മേലിട്ടുകൊള്ളുന്നു കർത്താവേ. ഇത്ര നല്ല ദൈവത്തെ സേവിപ്പാനായി നീ ഞങ്ങളെ വിളിച്ചതിനാൽ സ്തോത്രം. ഒരു കണ്ണും കണ്ടിട്ടില്ല, കാതുകളും കേട്ടിട്ടില്ല, ഹല്ലേലൂയ, ഹൃദയത്തിൽ തോന്നാത്തതായ നിരൂപണങ്ങൾ നീ ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Hello, mic check 1 2.